ഹായ് സ്റ്റുഡൻസ്, നമ്മളെ ഇന്നത്തെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഹൈഡ്രൻറ്റിനെ കുറിച്ചും ആൻഡ് വാട്ടർ മീറ്റേഴ്സിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ടൈപ്സ് ഓഫ് വാൾവുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആംഗിൾ വാൾവ്, പ്രഷർ റിലീഫ് വാൾവ് പറഞ്ഞിരുന്നു, ബട്ടർഫ്ലൈ വാൾവ്, നോൺ റിട്ടേൺ വാൾവ്, ബോൾ ചെക്ക് വാൾവ്, ഡയഫ്രം വാൾവ്, ഫ്ലഷ് വാൾവ്, ഫൂട്ട് വാൾവ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന തന്നെ ഒരു പോർഷനാണ്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അവിടെ പോയിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോകൾക്ക് ലൈക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ഈ വീഡിയോസ് വേറെ ആളുകളിലേക്ക് കൂടി എത്തിക്കും. അതിനുവേണ്ടി കൂടി ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹൈഡ്രൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മെയിൻ ലൈനിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റിങ്വിഷർ, ഫയർ എക്സ്റ്റിങ്വിഷറിനോ അങ്ങനെയുള്ള കേസുകളിൽ ഉപയോഗിക്കുന്ന ആ ബോക്സിനെയാണ് നമ്മൾ ഹൈഡ്രൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിൽഡിങ്ങുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഫയർ എസ്കേപ്പ് അല്ലെങ്കിൽ ഫയർ റൂട്ട് പ്ലാന്റൊക്കെ ആ ഏരിയകളിലായിട്ട് ഫയർ ഹൈഡ്രൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രൻറ്റിൻ്റെ അവിടെ ഹോസുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഹോസ് ആ പോസ്റ്റിൽ കുത്തിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഹൈഡ്രൻ്റ് എന്ന് പറയുന്നത് വെള്ളം എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കുന്ന യൂസ്ഡ് ഫോർ ടേക്കിംഗ് വാട്ടർ ഫ്രം ദ മെയിൻ ഫോർ എക്സ്റ്റിങ്വിഷർ, തീ അണക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ, അതേപോലെ തന്നെ തീ അണക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഫ്ലഷിങ് സ്യൂവർ ലൈന്, ഇത് വേസ്റ്റ് ലൈനൊക്കെ കഴുകാൻ വേണ്ടി, അങ്ങനെ ഹൈ പ്രഷറിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളെയാണ് നമ്മൾ ഹൈഡ്രൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എപ്പോഴും റോഡുകളിൽ, നമ്മുടെ നാട്ടിലൊന്നും കാണുന്നില്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ റോഡുകളിൽ 100-130 മീറ്റർ അകലത്തിൽ ഓരോ ഹൈഡ്രൻറ്റുകൾ സ്ഥാപിച്ചിരിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫയർഫോഴ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രൻറ്റിൻ്റെ കമ്പോണൻറ്റ്, ഇത് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെയൊക്കെ ഏത് ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഈ കുറ്റികൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ കുറ്റി എന്താണ് എന്ന് ഇത്രയും കാലം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു റെഡ് കളറിലായിരിക്കും ഇത് മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് അടിയിൽ പൈപ്പ് ലൈനിലൂടെ വെള്ളം വന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മുകളിൽ കാണുന്ന ഈ നട്ടാണ്. ഈ നട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് തുറക്കുന്ന അതേ എഫക്റ്റ് കിട്ടും. ഇതിലൂടെ ഇവിടെയാണ് നമ്മൾ ഹോസ് കണക്ട് ചെയ്തിട്ട് ഔട്ട്ലെറ്റ് എടുക്കുന്നത്. ഈ ചെയിന് കൂടി ഇത് പുറത്തേക്കൊരു കവറിങ് കൊടുത്തിരിക്കുന്നതാണ്. ആ ചെയിനിൽ ഇതുണ്ടാവും. ഈ ഓപ്പറേറ്റിംഗ് സ്റ്റെമ്മാണ് റൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുകൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി ഇതുവഴി വെള്ളം പുറത്തേക്ക് വരും. ഇതാണ് ഇവിടെയുള്ള സിസ്റ്റം. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ്, എന്താണ് ഈ ഹൈഡ്രൻറ്റിൻ്റെ എന്താണ് ഗുണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ ഹൈഡ്രൻ്റ് ഇങ്ങനെ തീ അടക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് ഈസിലി കണക്റ്റബിൾ ആയിരിക്കണം അല്ലേ. ഒരുപാട് പശ എടുത്ത് ഒട്ടിക്കേണ്ട കേസോ അല്ലെങ്കിൽ കുറേ ത്രെഡ് തിരിച്ച് കയറ്റേണ്ട കേസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പെട്ടെന്ന് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതേപോലെ തന്നെ അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈസിലി എന്ത് ചെയ്യണം, ഡിറ്റാച്ച് ചെയ്യാനും സാധിക്കണം, അതിൽ നിന്ന് ഊരിയെടുക്കാനും സാധിക്കണം. അപ്പോൾ ആ ഫിറ്റിങ് നിങ്ങൾ നോക്കിയല്ലേ, ഒരു ബ്രാസിൻ്റെ ഫിറ്റിംഗ് ആണ് ഉണ്ടാവുക. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, ഗ്യാസ് കുറ്റിയിൽ നിന്ന് ഊരുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരാൻ വേണ്ടി പറ്റും. പിന്നെ കോസ്റ്റ് കുറവായിരിക്കണം. ഹൈ കോസ്റ്റ്ലി ഉള്ള മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷനോ ഹൈ കോസ്റ്റ്ലി ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി റിലയബിൾ ആയിരിക്കണം, ആളുകൾക്കൊക്കെ റിലയബിൾ ആയിരിക്കണം അല്ലേ. ദെൻ ഏറ്റവും മെയിനായിട്ട് വരേണ്ടത് ആവശ്യത്തിന് വെള്ളം അതിനകത്തുനിന്ന് വരണം. അലോ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ഫ്ലോ വിത്തൗട്ട് റെസ്ട്രിക്ഷൻ. ഒരു തടസ്സവും ഇല്ലാതെ ആവശ്യത്തിന് വെള്ളം വരണം. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഫയർഫോഴ്സിൻ്റെ വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും വെള്ളം വരാത്ത കേസ് കൊണ്ട് തീ അണക്കാൻ പറ്റാത്തതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ ടൈപ്പാണ് ഹൈഡ്രൻസ് ഉള്ളത് നോക്കാം. ആദ്യത്തെ ഫ്ലഷ് ഹൈഡ്രൻ്റ് ആണ്. പിന്നുള്ളത് പോസ്റ്റ് ഉണ്ട്, വെറ്റ് ബാരൽ ഹൈഡ്രൻ്റ് ആൻഡ് ഡ്രൈ ബാരൽ ഹൈഡ്രൻ്റ്. ഇത് രണ്ടും പേരിൽ നിന്ന് തന്നെ ഏകദേശം സിമിലർ സാധനത്തിന് ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് മനസ്സിലാവും അല്ലേ. ഇനി വിശദമായിട്ട് ഇവ നോക്കാം. ആദ്യത്തേത് ഫ്ലഷ് ഹൈഡ്രൻ്റ് ആണ്. ഈ ഫ്ലഷ് ഹൈഡ്രൻ്റ് സ്ഥാപിച്ചിരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടാവുക. പിന്നീട് ആവശ്യം വരുന്ന സമയത്ത് ജസ്റ്റ് ആ കവറിങ് റിമൂവ് ചെയ്ത് അവിടത്തേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെയാണ് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുക. ഇത് വന്നപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഇത് സ്ഥാപിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത് പോകും. ഇവിടെ മാത്രം ചെറിയൊരു അടപ്പുണ്ടാക്കി വെച്ചിരിക്കും. അപ്പോൾ ഈ ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്കൊന്നും പൊന്തി നിൽക്കില്ല. അപ്പോൾ ഇത് ഒരു അണ്ടർഗ്രൗണ്ട് ചേമ്പറിലാണ് ഉണ്ടാവുക ആൻഡ് കവേർഡ് വിത്ത് എ കാസ്റ്റ് അയൺ കവറാണ്. ഓക്കെ, ദെൻ ഫ്ലഷ് ഹൈഡ്രൻ്റ് ഈസ് റെഡ് കളർ ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. റെഡ് കളർ കൊടുക്കുന്നത് തന്നെ പെട്ടെന്ന് ഫ്ലഷ് ഹൈഡ്രൻ്റ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഈ പൈപ്പ് ലൈനിൽ ഇവിടെ മാത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഓപ്പൺ ചെയ്യുക, വാൾവ് ഓപ്പൺ ചെയ്യുക. ദെൻ അടുത്തത് പോസ്റ്റ് ഹൈഡ്രൻ്റ് ആണ്. ഇതാണ് ആദ്യം ഞാൻ ഫിഗറിൽ കാണിച്ച സംഭവം.
അപ്പോൾ ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കാണാറുണ്ട്. ഈ പോസ്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. എബവ് ഗ്രൗണ്ട് ലെവൽ എത്രയാണ് പൊന്തി നിൽക്കുന്നത്? അതൊരു PSC ചോദിച്ച കണ്ട ക്വസ്റ്റ്യനാണ്. 60 മുതൽ 90 സെൻറ്റിമീറ്റർ വരെയാണ് ഇത് പൊന്തി നിൽക്കുന്നത്, എബവ് ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, അപ്പോൾ ഇത് മെയിൻ പൈപ്പിലേക്ക് ഒരു ബ്രാഞ്ച് പൈപ്പ് വഴിയാണ് എപ്പോഴും പോസ്റ്റ് ഹൈഡ്രൻറ്റിൽ കണക്ട് ചെയ്യുന്നത്. പൈപ്പ് ത്രൂ എ ബ്രാഞ്ച് പൈപ്പ്. ഓക്കെ, ഇനി ഗേറ്റ് വാൾവാണ് ഇവിടെ യൂസ് ചെയ്യുന്ന വാൾവ്. ഗേറ്റ് വാൾവിന് നമ്മളൊരു കേസ് പറഞ്ഞിരുന്നു, വാൾവിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഗേറ്റ് വാൾവ് ഈസ് യൂസ്ഡ് ടു നോട്ട് ടു റെഗുലേറ്റ് ചെയ്യാനല്ല, ഫുള്ളി ഓപ്പൺ ഓർ ഫുള്ളി ക്ലോസ്ഡ് കണ്ടീഷനിൽ മാത്രം ഉപയോഗിക്കുന്നൊരു വാൾവാണ് ഗേറ്റ് വാൾവ്. ഇപ്പോൾ വാൾവിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് പോയി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുക. ഓക്കെ, ഇനി ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ഷുഡ് ബി മിനിമം 80 mm ഡയമീറ്ററുള്ള പൈപ്പായിരിക്കണം ഇവിടെ യൂസ് ചെയ്യേണ്ടത്. 80 mm ഡയമീറ്റർ. അപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഹോസിൻ്റെ ഡയമീറ്റർ 63 mm ആണ്. ഇപ്പോൾ ഇതിനകത്തുള്ള പോയിൻറ്റുകൾ 3 പോയിൻ്റാണ്. 60 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ 80 mm ആയിരിക്കും. അതിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ 63 mm ആയിരിക്കും. അതാണ് പോസ്റ്റ് ഹൈഡ്രൻറ്റ്. ഓക്കെ, ഇനി വെറ്റ് ബാരൽ ആൻഡ് ഡ്രൈ ബാരൽ. ഇത് ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വെറ്റ് എന്താണ്? വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞിരിക്കുന്നത് അല്ലേ, ഡ്രൈ ആണ് ഉണങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഡ്രൈ ബാരൽ നോക്കുക. ഇവിടെ വെള്ളം വന്ന് നിൽക്കുന്നത്, ഇവിടെയാണ് വാൾവ് കിടക്കുന്നത്, ഇവിടെ വരെയാണ് വെള്ളമുള്ളൂ. അതേസമയം വെറ്റ് ബാരലോ അപ് ടു ദ പോയിൻ്റ്, ഇതാ ഇവിടെ വരെ വെള്ളം വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വെറ്റ് ബാരൽ. ആ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ആ പോസ്റ്റ് എപ്പോഴും നനഞ്ഞ്, അല്ലെങ്കിൽ ആ പോസ്റ്റിനകത്ത് വെള്ളം ഉണ്ടാവും. ഇവിടെ ഡ്രൈ ബാരലിനകത്തോ പോസ്റ്റിനകത്ത് വെള്ളമില്ല. ഇവിടെ നിന്ന് ഈ വാൾവ് റേസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് ത്രൂ വെള്ളം പോയി ഇതിൽ ത്രൂ ഔട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ സ്റ്റെപ്പ് നട്ട് എന്തിനാണ്? ഓപ്പൺ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇവിടെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇവിടുന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടത്തേക്ക് മാത്രം തുറന്നാൽ മതി. ഇവിടം വരെ വെള്ളം ഉണ്ടാവും അല്ലേ. രണ്ടിനും അഡ്വാൻറ്റേജുകൾ ഉണ്ടാവാം. ഈ വാൾവിൻ്റെ ഈ സിസ്റ്റത്തിനകത്ത് എന്താണ്, ഇവിടെ നിന്ന് ടോപ്പിലേക്കാണ് റൈസ് ആവുക, ഇവിടെ ഈ സൈഡിലേക്കാണ് റൈസ് ആവുക. പ്രൊജക്ഷൻസ് കൂടുതലാണ് ഈ വാൾവിനകത്ത് പ്രൊജക്ഷൻസ് കുറവാണ്. അപ്പം ഡ്രൈ ബാരലുണ്ട്, വെറ്റ് ബാരൽ സിസ്റ്റമുണ്ട്, 2 സിസ്റ്റമുണ്ട്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കരമൊക്കെ കൂട്ടിയില്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ കരം കൂട്ടിയപ്പോൾ എങ്ങനെയാണ് വെള്ളം എത്ര ലിറ്റർ ഉപയോഗിച്ചെന്ന് കൺസ്യൂം ചെയ്തതെന്ന് മനസ്സിലാകുന്നത്? അതിനാണ് വാട്ടർ മീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ മീറ്റർ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് എന്തിനാണ്? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ്. ആ പൈപ്പിനകത്തൂടെ എത്ര ക്വാണ്ടിറ്റി വെള്ളം പോയി എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു സിംഗിൾ ഡയറക്ഷണൽ മീറ്റർ ആയിരിക്കും കേട്ടോ. ഒരു സൈഡിലേക്ക് മാത്രമേ റീഡിങ് എടുക്കുള്ളൂ. തിരിച്ച് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഡിങ് എടുക്കില്ല. ഓക്കെ, സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് ഈ വാട്ടർ മീറ്റർ തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് എടുക്കാറില്ല. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വാട്ടർ മീറ്റർ ഇതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ മീറ്റർ എന്ന് പറയുന്നത്. സ്മോൾ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ എന്ന പേര് കൂടി ഉണ്ട്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റർ എന്ന ഒരു പേര് കൂടി ഈ ടൈപ്പ് വാട്ടർ മീറ്റർ ഉണ്ട്. വേറെ ഒന്നുള്ളത് വെലോസിറ്റി ടൈപ്പ് വാട്ടർ മീറ്ററാണ്. ഇത് യൂസ് ചെയ്യുന്നത് മെയിൻ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിനാണ്. ഇതിന് വലിയ ലൈനിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വലിയ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സപ്ലൈ ഒക്കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വലിയ വെലോസിറ്റി ടൈപ്പ് മീറ്റർ യൂസ് ചെയ്യുന്നുള്ളൂ. അത് പോകുന്ന വെലോസിറ്റി ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്റേഴ്സാണ് യൂസ് ചെയ്യുക. ഇവിടെ ഡയറക്റ്റ് വാട്ടറിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ടല്ല ഈ മീറ്റർ വർക്ക് ചെയ്യുന്നത്. വാട്ടർ പോകുന്ന ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന ഒരു എയറിൻ്റെ ഒക്കെ പ്രഷർ കൊണ്ടൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എപ്പോഴും നമ്മൾ ബ്രോൺസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ബ്രോൺസ് അല്ലെങ്കിൽ ബ്രാസ് കൊണ്ടാണ് ഈ വാട്ടർ മീറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളെ നമുക്കിതിനകത്ത് നോക്കാനുള്ളൂ. പിന്നെ കഴിഞ്ഞ പമ്പിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കുക. പമ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു മെക്കാനിക്കൽ ഡിവൈസാണ് യൂസ്ഡ് ടു ലിഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ വാട്ടർ ഫ്രം 1 പോയിൻ്റ് ടു ഹയർ പോയിൻ്റ് അല്ലേ. അപ്പോൾ പമ്പ് എന്നല്ല, മോട്ടോർ പമ്പ് യൂണിറ്റാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഷെയർ ചെയ്യുക, അവർ കൂടി പഠിക്കട്ടെ. ആൻഡ് അത് അവരോട് കൂടി ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വിജയം ഉണ്ടാകട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻ. വിജയിക്കുന്നതാണെങ്കിൽ അതിനുള്ളൊരു കൺഗ്രാജുലേഷൻ ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.